السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വളായിഫു ഷഹ്രി റമളാൻ, റമളാനുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളും അതുപോലെ തന്നെ മഅരിഫത്തുകളും അറിയേണ്ട കാര്യങ്ങളുമെല്ലാം പരാമർശിക്കുന്ന ഭാഗത്ത് അതിന്റെ മുഖ്തസറാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അൽ മജ്ലിസു അസ്സാലിസ്, മൂന്നാമത്തെ ഫസ്ലായിക്കൊണ്ട് പറയുന്ന കാര്യം, ഫീ ദിക്രിൽ അശ്റിൽ ഔസത്ത് മിൻ ഷഹ്രി റമളാൻ വ ദിക്രി നിസ്ഫി ഷഹ്രിൽ അഖീർ, റമളാനിലെ നടുഭാഗത്തുള്ള 10 ദിവസവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ റമളാനിന്റെ അവസാന പകുതി അഥവാ 15-ന് ശേഷമുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം ഇപ്പോൾ റമളാനിലെ മധ്യത്തിലെ 10 ദിവസത്തിലാണുള്ളത്. ആദ്യ 10 അവസാനിച്ചു, രണ്ടാമത്തെ 10-ലാണ് നാം ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടും ഇനി 15-ന് ശേഷം റമളാനിന്റെ അവസാന പകുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫസ്ലിൽ ചർച്ച. ഇത് ആരംഭിക്കുന്നത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്നു, ഫി സഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫിൽ അശ്റിൽ ഔസതി മിൻ റമളാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ നടുഭാഗത്തുള്ള 10 ദിവസത്തിൽ അഥവാ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 10 ദിവസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫഅ്തകഫ ആമൻ, ഒരു വർഷം അങ്ങനെ നടുവിലെ 10-ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നു. ഹത്താ ഇദാ കാനത് ലൈലതു 21, അങ്ങനെ 21-ാമത്തെ അവസാന 10-ന്റെ ആദ്യ ദിവസമായപ്പോൾ, വഹിയ ലൈലത്തുൽ ലത്തി യഖ്റുജു ഫീ സബീഹതിഹാ മിൻ ഇഅ്തികാഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നടുവിലെ 10 ദിവസം ഇരുന്നിട്ടുണ്ട്. 21-ാമത്തെ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഖാല, എന്നിട്ട് ആളുകളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് പറയുമ്പോൾ മസ്ജിദിൽ ഇരിക്കുകയും മസ്ജിദിനകത്ത് പ്രത്യേകം ഒരു ചെറിയ കൂടാരം, ടെന്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ആ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യമാണ് പറയുന്നത്. ഈ 2 ഇഅ്തികാഫും പറയാറുണ്ട്. അഥവാ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നതും മസ്ജിദിൽ നിന്ന് ടെന്റിന്റെ അകത്ത് പ്രവേശിക്കുന്നതുമായിട്ടും ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അഥവാ 20-ന് ഇശാഇന് മസ്ജിദിൽ പ്രവേശിക്കുകയും 21-ന് ഫജ്റിന് കൂടാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതായിട്ട് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നുണ്ട്. അപ്പോ ആ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള ആളുകളോട് പറഞ്ഞു, ഖാല മൻ കാന ഇഅ്തകഫ മഈ, ആരാണോ എന്റെ കൂടെ ഇഅ്തികാഫ് ഇരിക്കുന്നത്, ഫല്യഅ്തകിഫ് അൽ അശ്റൽ അവാഖിർ, ഈ അവസാനത്തെ 10 ദിവസം അവന് ഇഅ്തികാഫ് ഇരിക്കട്ടെ. വഖദ് ഉരീതു ഹാദിഹിൽ ലൈലത സുമ്മ ഉൻസീതുഹാ, എനിക്ക് കാണിക്കപ്പെട്ടിരുന്നു ഏത് രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ, അതാണല്ലോ അവസാനത്തെ 10-ലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, അതെനിക്ക് കാണിക്കപ്പെട്ടിരുന്നു, പിന്നീട് എനിക്ക് മറപ്പിക്കപ്പെടുകയും ഉണ്ടായി. വഖദ് റഅയ്തുനി അസ്ജുദു ഫീ മാഇൻ വതീനിൻ മിൻ സബീഹതിഹാ, ഞാൻ കാണുകയുണ്ടായി ആ രാത്രിയുടെ പ്രഭാതത്തിൽ ഞാൻ കാണുകയുണ്ടായി ഞാൻ മണ്ണും വെള്ളവും കൂടി മിക്സ് ആയിക്കൊണ്ടുള്ള അങ്ങനെ അതിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി. അഥവാ സുജൂദ് ചെയ്യുമ്പോൾ ആ മണ്ണിൽ വെള്ളം കൂടി കലർന്നിട്ടുള്ള അവസ്ഥയിൽ അഥവാ ചെറുതായി മഴ പെയ്യുന്ന ഒരു അവസ്ഥയിൽ എന്നെ കാണുകയുണ്ടായിട്ടുണ്ട്. അഥവാ അങ്ങനെ ആ ലൈലത്തുൽ ഖദറിന്റെ പിറ്റേന്ന് പ്രഭാതത്തിൽ മഴയുടെ അവസ്ഥ ഉണ്ടാകുമെന്ന് അറിയിക്കാം. ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ, നിങ്ങൾ ആ രാത്രിയെ അവസാനത്തെ 10-ൽ പ്രതീക്ഷിക്കുക. വൽതമിസുഹാ ഫി കുല്ലി വിത്രിൻ, അത് ഒറ്റയായിട്ടുള്ള രാത്രികളിൽ പ്രത്യേകം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു. ഫമതറത്തിസ് സമാഉ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ പിന്നെ മഴ വർഷിക്കുകയുണ്ടായി. വകാനൽ മസ്ജിദു അലാ അരീഷിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ്
ഇങ്ങനെ ഓല മേഞ്ഞിട്ടുള്ള പോലെയായിരുന്നു മേലെ ഉണ്ടായിരുന്നത്. ഫബക്കഫൽ മസ്ജിദിൽ ചോർച്ചയുണ്ടായിരുന്നു. ഓല ചെറുതായിട്ട് മേഞ്ഞു വെച്ചിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ ചോർന്ന് മസ്ജിദിന്റെ അകത്തേക്ക് അന്ന് മണ്ണാണ്, മണലും എല്ലാമാണ് താഴത്തുള്ളത്, അതിലേക്ക് വീഴാറുണ്ട്. ഫബസുറത്ത് ഐനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സഈദ് അൽ ഖുദരി പറയുകയാണ്, എന്റെ 2 കണ്ണുകൾ കാണുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വഅലാ ജബ്ഹതിഹി അസറുൽ മാഇ വത്തീൻ മിൻ സുബ്ഹി 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 21ാമത്തെ രാവിൽ 21 രാവ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 21ാമത്തെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ നെറ്റിയിൽ വെള്ളവും മണ്ണും കൂടിക്കലർന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി എന്ന് പറയാണ്. അഥവാ ലൈലത്തുൽ ഖദറിന്റെ അടയാളം ആ 21ാമത്തെ രാവിൽ ഞാൻ കാണുകയുണ്ടായി എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാം. എന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളതിൽ പല സ്വഹാബികളിൽ നിന്നും ചില സ്വഹാബികൾ 21 മുന്തിച്ചിട്ട്, ചിലർ 27 മുന്തിച്ച്, ചിലർ 25, 29, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കൃത്യമായിട്ടൊരു ദിവസം നമുക്ക് അറിയില്ല. അവസാനത്തെ 10-ലാണെന്നും അല്ല പകുതിക്ക് ശേഷമാണ് എന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട്. ഇനി റമളാനിൽ മുഴുവനും ആണ് എന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ ഒറ്റ രാത്രികൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശാലമായിട്ടുള്ളത് കൂടുതൽ റമളാനിൽ ആ രാത്രികൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള പ്രോത്സാഹനത്തിന് വേണ്ടി, ആ ഒരു ഹിക്മത്തിന് വേണ്ടി നമ്മളിൽ നിന്നും അർപ്പിക്കപ്പെട്ടതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാഹു അഅലം. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, ഹാദൽ ഹദീസ് യദുല്ലു അലാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റ അൽ ഔസത മിൻ ശഹ്ർ റമളാൻ. ഈ ഹദീസ് ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം, ഈ ഹദീസിൽ എന്തറിയിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിലെ മധ്യഭാഗത്തെ 10 ദിവസത്തിലും ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദരി ഈ ഹദീസിലൂടെ അറിയിക്കുന്നുണ്ട്. ലിബ്തിഗാഇ ലൈലത്തുൽ ഖദ്രി ഫീഹി, അതിലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. വഹാദ സിയാഖു യഖ്തദി അന്ന ദാലിക തകററ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞതിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നടുവിലെ 10-ൽ ഇഅ്തികാഫ് ഇരുന്നതുകൊണ്ട് അത് അറിയിക്കപ്പെടുന്നു. വഫി റിവായത്തിൻ ഫി സഹീഹൈനി ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ അന്നഹു ഇഅ്തകഫൽ അശ്റൽ അവ്വൽ, ആദ്യത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരുന്നു എന്നുമുണ്ട്. സുമ്മ ഇഅ്തകഫ അശ്റൽ ഔസത്, പിന്നെ നടുവിഭാഗത്തെ 10 ദിവസവും ഇരുന്നു. സുമ്മ ഖാല, എന്നിട്ട് പറയുകയുണ്ടായി, ഇന്നി ഊതീതു ഫഖീല ലി ഇന്നഹാ ഫിൽ അശ്റിൽ അവാഖിർ, എനിക്ക് നൽകപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ അറിയിക്കപ്പെടുകയുണ്ടായി ഇത് ഈ ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ദിവസത്തിലാണ്. ഫമൻ അഹബ്ബ മിൻകും അൻ യഅ്തകിഫ് ഫല്യഅ്തകിഫ്, ആരാണോ ഇഅ്തികാഫ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അവൻ അവസാനത്തെ 10-ൽ ഇഅ്തികാഫ് ഇരിക്കട്ടെ. ഫഅ്തകഫ അന്നാസു മഅഹു, അങ്ങനെ ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇഅ്തികാഫ് ഇരിക്കുകയുണ്ടായി. وهذا يدل على أن ذلك كان منه قبل أن يتبين له أنها في العشر الأواخر. അപ്പോൾ ഈ ഒരു ഹദീസിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു റിവായത്ത് കൊണ്ട് അറിയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടുവിലെ 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നതും ആദ്യത്തെ 10 ദിവസവും ഇഅ്തികാഫ് ഇരുന്നതും ഒക്കെ ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് അത് അവസാനത്തെ 10-ലാണെന്ന് അറിയിക്കപ്പെടുന്നതിന് മുമ്പേ ചെയ്തതാണ്. ആ അവസാനത്തെ 10-ലാണ് എന്ന് വ്യക്തമായപ്പോൾ സുമ്മ ലമ്മാ തബയ്യന ലഹു ദാലിക്, അവസാനത്തെ 10-ലാണ് ലൈലത്തുൽ ഖദർ എന്ന് വ്യക്തമായപ്പോൾ ഇഅ്തകഫൽ അശ്റൽ അവാഖിറ ഹത്താ ഖബലഹു അല്ലാഹു അസ്സ വജൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ അവസാനത്തെ 10-ലാണ് ഇഅ്തികാഫ് ഇരുന്നത്. അഥവാ ആദ്യ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദർ എന്നാണ് അറിയിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവസാനത്തെ 10-ലാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് അറിയിക്കപ്പെടുന്നതിന് മുമ്പെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 10-ലും നടുവിലെ 10-ലൊക്കെ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. കാരണം ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. പിന്നീട് അവസാനത്തെ 10-ലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കപ്പെട്ടപ്പോൾ പിന്നീട് പിറ്റത്തെ വർഷം മുതലെല്ലാം അവസാനത്തെ 10-ൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നതും സ്വഹാബികളെ പ്രോത്സാഹിപ്പിച്ചതും. കമാ റവാഹു അൻഹു ആയിഷത്തു വഅബൂ ഹുറൈറ വഗൈറുഹുമാ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും മറ്റു പല സ്വഹാബികളും ഉദ്ധരിച്ചതുപോലെ അവസാനത്തെ 10-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നിരുന്നത്. അപ്പോൾ ഇതാണ് ഇഅ്തികാഫ് ആദ്യം ഇരിക്കാനുള്ള കാരണം, പിന്നെ അത് ഒഴിവാക്കാനും. وقد ورد الامر بطلب ليله القدر في النصف الاواخر من رمضان, അതുപോലെ തന്നെ റമളാനിലെ അവസാന പകുതിയിൽ അഥവാ ആദ്യത്തെ 15 കഴിഞ്ഞിട്ടുള്ള പകുതിയിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വഫി അഫ്റാദി മാ ബഖിയ മിൻ അൽ അശ്ർ അൽ ഔസത് മിൻ ഹാദ നിസ്ഫ്, അതിൽ പ്രത്യേകിച്ചും അവസാനത്തെ 15-ൽ ഒറ്റയായിട്ടുള്ള രാത്രികളിൽ
വഹുമാ ലൈലത്താൻ, അപ്പൊ പിന്നെ വരുന്ന 2 രാത്രികളാണ്. അവസാനത്തെ 10 ഒറ്റ രാത്രി ഒഴിവാക്കി ഈ നടുഭാഗത്തുള്ള ഒറ്റ രാത്രികൾ എടുത്തു കഴിഞ്ഞാൽ 2 ഒറ്റ രാത്രികളാണുള്ളത്. അതേതാണ്? 15 മുതൽ 20 ഇടയിൽ ഏതാണ്? ലൈലത്തു 17 വ ലൈലത്തു 19, 17ാമത്തെ രാവും അതുപോലെ തന്നെ 19ാമത്തെ രാവും. അങ്ങനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ, അവസാനത്തെ പകുതിയിൽ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവസാനത്തെ 10 രാത്രികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ 5ആണുള്ളത്. ആ 5ൽ 2 ഒറ്റ രാത്രികളാണ് 17ഉം 19ഉം. വലിഹാദൽ മഅന, ഈ ആശയത്തിൽ വല്ലാഹു അലം, അല്ലാഹുവിനാണ് ഏറ്റവും കൃത്യമായി അറിയുക. കാന ഉബയ്യ് ഇബ്നു കഅബ് യഖ്നുതു ഫിൽ വിത്രി ഫീ ലയാലി നിസ്ഫിൽ അവാഖിർ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇമാമായിരുന്നു, തറാവീഹിനെല്ലാം നിശ്ചയിച്ച ഇമാമായിരുന്നു. അദ്ദേഹം വിത്റിൽ ഈ അവസാനത്തെ പകുതിയിൽ അഥവാ 15ന് ശേഷം വിത്റിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. ആ 15 ദിവസത്തിന് ശേഷമായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അഭിപ്രായം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം എടുത്തുദ്ധരിച്ച് കാണാം. ലിഅന്നഹു യുർജാ ഫീഹി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഉബയ്യ് ഇബ്നു കഅബ് 15ന് ശേഷം വിത്റിൽ ഖുനൂത്ത് ഓതിയിരുന്നത്. വഅയ്ദൻ, അതുപോലെ തന്നെ ഫകുല്ലു സമാനിൻ ഫാദിലിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ, അതോടൊപ്പം മനസ്സിലാക്കേണ്ട ദീനിന്റെ പൊതുവായിട്ടുള്ള ഒരു താല്പര്യമാണ്, ഏതൊരു സമയമാവട്ടെ, രാവാവട്ടെ, പകലാവട്ടെ, അതിന് ഫദ്ല് വന്നിട്ടുണ്ട് എങ്കിൽ, അതിന് ശ്രേഷ്ഠതയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഇന്ന ആഖിറഹു അഫ്ദലു മിൻ അവ്വലിഹി, അതിന്റെ അവസാനമാണ് അതിന്റെ ആദ്യത്തേക്കാൾ അഫ്ദലായിട്ടുള്ളത്. അതിന്റെ അവസാന ഭാഗമാണ് ആദ്യത്തേക്കാൾ അഫ്ദലായിട്ടുള്ളത്. അത് പൊതുവായിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു രീതിയാണ്, അള്ളാഹുവിന്റെ സുന്നത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ ഏറ്റവും അഫ്ദലായ മനുഷ്യനെ ഏറ്റവും അവസാനമാണ് സൃഷ്ടിച്ചത്. ഇൻസാനിനെ ഈ ആകാശഭൂമികൾക്കിടയിൽ മറ്റെല്ലാ ജന്തു ജീവജാലങ്ങളെയും വസ്തുക്കളെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മറ്റൊരു ജീവിയെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. അതുപോലെ റസൂലുകളെ നിയോഗിച്ചപ്പോൾ ഏറ്റവും ഉത്തമനായിട്ടുള്ള ശ്രേഷ്ഠനായ റസൂലിനെ അവസാനം നിയോഗിച്ചു. അതുപോലെ ഉമ്മത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തിനെ അവസാനം നിയോഗിച്ചു. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അവസാനം ഫദ്ലുള്ളതാക്കുക എന്നുള്ളത്. യൗമി അറഫ വയൗമുൽ ജുമുഅ, ഇനി സമയമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. യൗമു അറഫ, അറഫ ദിവസത്തിൽ ഏറ്റവും അഫ്ളലായ സമയം ഏതാണ്? അവസാനത്തെ അശിയത്തു അറഫ എന്ന് പറയുന്ന അതിന്റെ വൈകുന്നേര സമയമാണ്. യൗമുൽ ജുമുഅയിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം ഏതാണ്? ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അവസാന സമയം അസ്റിന് ശേഷമുള്ള സമയമാണ്. وكذلك الليل والنهار عموما آخره أفضل من أوله, അതുപോലെ രാത്രിയാവട്ടെ, രാത്രിയിൽ ഏറ്റവും അഫ്ളൽ രാത്രിയുടെ അവസാന സമയമാണ്, അല്ലാഹു തആല ആകാശത്തേക്ക് ഇറങ്ങുന്ന സമയം. പകലിൽ ഏറ്റവും അഫ്ളൽ അസ്റിന് ശേഷമുള്ള സമയമാണ്. ധാരാളം ഹദീസുകൾ അത് അറിയിക്കുന്നുണ്ട്. ഫജ്റിന് ശേഷം മസ്ജിദിൽ ഇരിക്കുന്നതും അസ്റിന് ശേഷം മസ്ജിദിൽ ഇരിക്കുന്നതുമായിട്ടുള്ള അഫ്ളലിയത്ത് പറയുന്നിടത്ത് അടിമകളെ മോചിപ്പിക്കുമ്പോൾ പകലിൽ രാവിലെ 2 ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിക്കൊണ്ട് വൈകുന്നേരത്തിൽ വന്നതായിട്ട് ഹദീസുകളിൽ കാണാം. വലിദാലിക കാനത്ത് സ്വലാത്തുൽ വുസ്താ സ്വലാത്തുൽ അസ്ർ, അതുകൊണ്ടാണ് സ്വലാത്തുൽ വുസ്താ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള നിസ്കാരം അത് അസ്ർ നിസ്കാരമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സ്വലാത്തുൽ വുസ്താ എന്നുള്ളത് വേറെ അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അത് അസ്റിനെയാണ് അറിയിക്കുന്നത്. കാരണം നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം, ജമാഅത്ത് നിസ്കാരങ്ങളിൽ, ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായത് പൊതുവെ അസ്റാണ് എന്നുള്ള അഭിപ്രായം ഈ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലും സ്വലാത്തുൽ വുസ്താ അസ്റാണ് എന്നുള്ള അടിസ്ഥാനത്തിലും ബാക്കി ചില ഹദീസുകൾ അസ്ർ നിസ്കാരം ഒഴിവാക്കിയവന് ഒരു നിസ്കാരവും ഇല്ല എന്ന നിലക്കുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലുമെല്ലാം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അസ്ർ നിസ്കാരത്തിന്റെ ഫർളിൽ പ്രത്യേകം. അത് അപ്പോൾ അവസാനത്തെ പകലിന്റെ അവസാനത്തെ നിസ്കാരമാണ്. കവാദല്ലത്തിൽ അഹാദീസ് സഹീഹത്തു അലൈഹി, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആശയത്തുള്ള ഹദീസുകളെല്ലാം അറിയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വാസാറു സലഫിൽ കസീറത്തു തദുല്ലു അലൈഹി, ധാരാളം സലഫുകളുടെ അസറുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, അസ്ർ നിസ്കാരത്തിന്റെ ഫർളിനെ അറിയിക്കുന്നതിൽ വന്നിട്ടുണ്ട്. വകദാലിക അശ്റു ദുൽഹിജ്ജ വൽ മുഹറം, അതുപോലെ തന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം അതുപോലെ മുഹറമിലെ ആദ്യത്തെ 10 ദിവസം അതിനുള്ള ഫദ്ലുകൾ കാണാം. ആഖിറുഹുമാ അഫ്ളലു മിൻ അവ്വലിഹിമാ, അതിന്റെ അവസാനമാണ് ആദ്യത്തിനേക്കാൾ ഫദ്ലുള്ളത്. ഇപ്പോൾ ദുൽഹിജ്ജ 10 ദിവസത്തിൽ അറഫ ദിവസം 9-നാണ്, അതിന്റെ അവസാനമാണ്. അതുപോലെ മുഹറമിലെ ആദ്യത്തെ 10 ദിവസത്തിൽ അതിന്റെ ആശൂറ തസൂഅ അതാണ് കൂടുതൽ അഫ്ളൽ. അപ്പം പൊതുവായിട്ടുള്ള അള്ളാഹുവിന്റെ സുന്നത്തും ദീനിന്റെ താല്പര്യവുമാണ്. ഏതൊരു അഫ്ളലിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സമയമാണെങ്കിൽ അതിന്റെ അവസാനത്തിലേക്കാണ് കൂടുതൽ, അതിൽ ആദ്യത്തിനേക്കാൾ ഫദ്ലുള്ളത്. വഖദ് ഖീല, പറയപ്പെടുന്നു, ഇന്ന ഇബ്തിദാഅ നബുവത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ 17 റമളാൻ, ഒരു അഭിപ്രായമായിട്ട് മുൻഗാമികൾക്കിടയിൽ വന്നിട്ടുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത്
റമളാനിലെ 17-നാണ് റമളാൻ 17-നാണ് നുബുവത്ത് ലഭിച്ചത് എന്നുള്ളത് ധാരാളം അഭിപ്രായങ്ങളുള്ള ഒരു വിഷയമാണ്. ഇവിടെ റമളാന്റെ ദിവസങ്ങളുടെ ശ്രേഷ്ഠത പറയുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രം. قال أبو جعفر محمد بن علي الباقر رحمه الله أبو جعفر محمد بن علي الباقر رحمه الله അദ്ദേഹം പറഞ്ഞു കാണാം نزل جبريل على رسول الله صلى الله عليه وسلم ليلة السبت وليلة الأحد നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാത്രിയിലും വരികയുണ്ടായി. ثم ظهر له بحراء برسالة الله عز وجل يوم الاثنين അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷനായത് അഥവാ ശനി ഞായറൊക്കെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ പ്രത്യക്ഷനായത് തിങ്കളാഴ്ച ദിവസമായിരുന്നു. ലിസബഅ അശറത ഖലത് മിൻ റമളാൻ റമളാനിലെ 17 ദിവസം കഴിഞ്ഞ സമയത്ത് അഥവാ 17ന്റെ ആ രാവിനാണ് തിങ്കളാഴ്ച ദിവസമാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റിസാലത്തുമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തിയത് എന്ന് അബൂ ജഅഫർ മുഹമ്മദ് ബിൻ അലി അൽ-ബാഖിർ പറഞ്ഞത് കാണാം. വഅസഹു മാ റൂയ മിനൽ ഹവാദിസ് ഫി ഹാദിഹി അൽ-ലൈല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ രാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അഥവാ 17-ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വഹി ഇറങ്ങി എന്നുള്ളത് അഭിപ്രായം പറഞ്ഞു, മറ്റു പല കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും സഹീഹായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അതിന്റെ ഫضലിനെ അറിയിക്കുന്ന കാര്യം അന്നഹാ ലൈലത്തു ബദ്രിൻ അത് ബദർ യുദ്ധം നടന്ന രാത്രിയാണ്. ലൈലത്തു 17 റമളാനിലെ 17ാമത്തെ ദിവസമാണ് ബദർ യുദ്ധം നടന്നിട്ടുള്ളത്. വഖീല 19 ചില ഉലമാക്കൾക്കിടയിൽ ചരിത്രകാരന്മാർക്കിടയിൽ അത് 19-നാണെന്നുള്ള അഭിപ്രായമുണ്ട്. വൽ മശൂർ അന്നഹാ കാനത് ലൈലത്തു 17 അതിൽ പ്രശസ്തമായിട്ടുള്ള അഭിപ്രായം അത് 17-നാണ് എന്നതാണ്. വസബീഹത്തുഹാ ഹുവ യൗമുൽ ഫുർഖാൻ യൗമുൽ തഖൽ ജംആൻ ആ ദിവസമാണ് യൗമുൽ ഫുർഖാൻ എന്നറിയപ്പെടുന്നതും യൗമുൽ തഖൽ ജംആൻ രണ്ട് സംഘങ്ങൾ കൂട്ടിമുട്ടിയ ദിവസം എന്നെല്ലാം അറിയപ്പെടുന്ന ആ ദിവസം. റമളാനിന്റെ ദിവസങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വളരെ നിർണായകമായ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസമാണ് റമളാനിലെ 17 ബദർ ദിവസം എന്നുള്ളത്. ബദർ യുദ്ധം എന്നുള്ളത് ഔദ്യോഗികമായിട്ട് നടന്ന ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം. അല്ലാത്ത രീതിയിൽ ബദറുൽ അസ്ഗർ എന്നുള്ള പേരിലൊക്കെ ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും നടന്ന ഒരു ഏറ്റുമുട്ടലാണ് ബദർ യുദ്ധം. വളരെ മഹത്തരമാണ്. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രത്യേകം ശ്രേഷ്ഠതയും ഫضലും എല്ലാം ഉണ്ട്. വസുമ്മിയ യൗമുൽ ഫുർഖാൻ ആ ദിവസത്തെ യൗമുൽ ഫുർഖാൻ എന്ന് പേര് പറയപ്പെടുന്നത് ലിഅന്ന അല്ലാഹു തആല ഫറഖ ഫീഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ കാരണം ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെയും ബാത്തിലിനെയും വേർതിരിക്കുകയുണ്ടായി. വഅൽഹറൽ ഹഖ വഅഹ്ലഹു അലൽ ബാത്തിൽ വഹിസ്ബിഹി ബാത്തിലിന്റെയും അതിന്റെ ആളുകളുടെയും മുകളിലായിക്കൊണ്ട് അല്ലാഹു തആല ഹഖിനെയും അതിന്റെ ആളുകൾക്കും വിജയം നൽകിയ ദിവസമാണ്. വഅലത് കലിമത്തുല്ലാഹി വ തൗഹീദുഹു അള്ളാഹുവിന്റെ കലിമത്തും തൗഹീദും ഉയരുകയുണ്ടായിട്ടുള്ള ദിവസമാണ്. വദല്ല അദാഹു മിനൽ മുശ്രിക്കീന വഅഹ്ലിൽ കിതാബ് അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളും അഹ്ലുൽ കിതാബിലും പെട്ട അള്ളാഹുവിന്റെ ശത്രുക്കൾ അവർ നിന്ദ്യരായി പോയ ദിവസമാണ് ബദർ എന്നുള്ളത്. വകാന സബബു ഖുറൂജിഹി ഹാജത അസ്ഹാബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന് വേണ്ടി ബദറിലേക്ക് പുറപ്പെടാനുള്ള സ്ഥലം ബദർ എന്ന സ്ഥലത്തേക്ക് പുറപ്പെടാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുറപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ ആവശ്യമായിരുന്നു. ഖുസൂസൻ അൽ മുഹാജിരീൻ പ്രത്യേകിച്ചും മുഹാജിരീങ്ങളുടേത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് ദീന് പ്രബോധനം ചെയ്യാനുള്ള അവസരമെല്ലാം നഷ്ടപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവിയും അതുപോലെ തന്നെ അബൂ താലിബും എല്ലാം മരണപ്പെടുകയും ദീനിന്റെ പ്രബോധനത്തിൽ സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാം പിന്താങ്ങ് നൽകിയിരുന്ന ആളുകളായിരുന്നു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് പ്രബോധനത്തിൽ നേരിട്ടപ്പോൾ ശത്രുക്കളുടെ ഉപദ്രവം പല രീതിയിൽ കൂടിയപ്പോൾ ഹിജ്റ പോകാനുള്ള അനുവാദം ലഭിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുവാദം ലഭിച്ച് അങ്ങനെ എല്ലാം വിട്ട് മുഹാജിരീങ്ങൾ എല്ലാം വിട്ട് അവരുടെ സ്വത്തും സമ്പത്തും കച്ചവടവും കുടുംബവും എല്ലാം വിട്ട് ഹിജ്റ ചെയ്തു വന്ന ആളുകളാണ് മുഹാജിരീങ്ങൾ. അപ്പൊ അവർക്ക് ആ മദീനത്തെത്തിയിട്ട് അവർ വിട്ടേച്ചു പോയ അവരുടെ സമ്പത്തും അവരുടെ കച്ചവടവും അവരുടെ പണവും എല്ലാം ഉപയോഗിച്ച് മക്കയിലെ മുശ്രിക്കുകൾ വീണ്ടും കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുകയും ഇസ്ലാമിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി വെക്കുകയും ചെയ്യാൻ.
അപ്പൊ ആ മുഹാജിരീങ്ങളാണെങ്കിലോ മദീനത്തെത്തി, ചിലർക്ക് ചില ജോലികൾ കിട്ടി, ചിലർ ചില കച്ചവടങ്ങൾ ആരംഭിച്ചു, ചിലർക്ക് ഒരു ജോലിയുമില്ല, ഒരു കുടുംബവുമില്ല, ആരും അങ്ങനെ പോയ അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പോകുന്നത്. ആ പോകുന്ന സാഹചര്യം പറയുന്നുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘം ഷാമിൽ നിന്ന് ഈ മുഹാജിരീങ്ങളുടെ എല്ലാം സ്വത്തൊക്കെ പിന്നെ മുശ്രിക്കുകളുടെ കയ്യിലാണല്ലോ, അതെല്ലാം ഉപയോഗിച്ച് വലിയൊരു കച്ചവടം ചെയ്ത് വലിയൊരു ലാഭം നേടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ആ വരുന്ന വഴിക്ക് ആ കച്ചവട സംഘത്തെ പിടികൂടി ഇവരുടെ സ്വത്തുക്കൾ കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇവരുടെ ആവശ്യത്തിന് വേണ്ടി അത് പിടിച്ചെടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ഹശ്റിലെ 8ാമത്തെ ആയത്ത് ഇബ്നു റജബ് കൊടുക്കാൻ ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. ഈ ആയത്ത് സൂറത്തുൽ ഹശ്റിൽ ഫൈഉമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്. ബനൂ ഖുറൈളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധത്തിൽ അവർ തോൽവി ഏറ്റുവാങ്ങി, അവർ യുദ്ധത്തിന് നിൽക്കാതെ ഞങ്ങൾ പോയിക്കോളാം, നാട് വിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് പോയപ്പോൾ അവരുടെ സ്വത്ത് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു, പക്ഷെ യുദ്ധം ആവശ്യമില്ലാതെ വന്നുകൊണ്ട് അവർ സന്ധിയിലായിക്കൊണ്ട് തോറ്റുപോവുകയാണ് എങ്കിൽ അവരുടെ സ്വത്തും അടിമകളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഗനീമത്ത് സ്വത്ത് പോലെ കൃത്യമായി വീതിക്കേണ്ട ആവശ്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിട്ടിയിട്ടുള്ള ആ അതിന്റെ അവകാശികളെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞതാണ് ലിൽ ഫുഖറാഹിൽ മുഹാജിരീൻ, മുഹാജിറുകൾപ്പെട്ട ഫുഖറാക്കൾക്ക്, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, വഅംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അവരതൊക്കെ ഒഴിവാക്കിയത് അല്ലാഹുവിന്റെ തൃപ്തിയും ഔദാര്യം പ്രതീക്ഷിച്ചിട്ടാണ്. വയൻസുറൂന അല്ലാഹ വറസൂലഹു, അവർ അല്ലാഹുവിനെയും റസൂലിനെയും സഹായിക്കുന്നു. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവർ സത്യസന്ധരാണ്, സിദ്ഖുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അവകാശപ്പെട്ടതാണ് ആ കച്ചവടത്തിന്റെ സ്വത്ത് ലാഭം എന്നുള്ള നിലക്ക് അത് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സ്വഹാബകൾ കൂടി പോകുന്നത്. വകാനത് ഹാദിഹി അൽഈറു ഫീഹാ അംവാലുൻ കസീറത്തുൻ ലിഅദാഇഹിമുൽ കുഫാർ. ഈ കച്ചവട സംഘത്തിൽ, ഐർ എന്ന് പറഞ്ഞാൽ ഈ സംഘം, ഈ കച്ചവട സംഘം, ഈ തിരിച്ചു വരുന്ന സംഘം, അവരിൽ ധാരാളം സമ്പത്തുണ്ട്, കച്ചവടം ചെയ്ത് ലാഭം കിട്ടിയത് ഈ മുഹാജിരീങ്ങളുടെ സ്വത്ത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അത് ആ കുഫാറുകളായിട്ടുള്ള ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ. അല്ലദീന അഖ്റജൂഹും മിൻ ദിയാരിഹിം വഅംവാലിഹിം ദുൽമൻ വഉദ്വാനൻ, ആ ശത്രുക്കളാണെങ്കിൽ എന്താണ്, അവര് ആക്രമിച്ചുകൊണ്ട്, അവര് ഈ ഹിജ്റ ചെയ്തു പോകുന്ന ഒരാൾക്ക് ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ച് ആക്രമിച്ച് നേടിയെടുത്തതാണ് മുഹാജിറുകളെ ഈ സ്വത്ത് ഇതൊക്കെ. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തുൽ ഹജ്ജിൽ 39-40 ആയത്തുകളിൽ ജിഹാദിന് അല്ലെങ്കിൽ ഖിതാലിന് അനുവാദം കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, യുദ്ധം ചെയ്യാൻ അല്ലാഹു തആല ഇത് അനുവാദം കൊടുക്കുന്നു, കാരണം അവർ ദുൽമ് ചെയ്യപ്പെട്ടവരാണ്. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അല്ലാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഒരു ഹഖുമില്ലാതെ ഒരവകാശവുമില്ലാതെ ഈ മുഹാജിരിങ്ങളെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കിയതാണ്. അവരാകെ പറഞ്ഞ വിഷയം റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ. അപ്പൊ അവരോട് ദുൽമ് ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വത്തുമെല്ലാം ഉപയോഗിച്ച് കച്ചവടം ചെയ്ത് ലാഭം നേടുന്ന ശത്രുക്കളിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ അനുവാദമുണ്ട്. അത് വാങ്ങാൻ മാത്രമാണ് പോയത്, അല്ലാതെ യുദ്ധം ചെയ്ത് അവരെ തടവിലാക്കണമെന്നോ ബന്ദികളാക്കണമെന്നോ അവരെ വധിക്കണമെന്നോ ഒന്നും ഉദ്ദേശമില്ല. അവരെ ഈ മുഹാജിറുകൾക്ക് അവകാശപ്പെട്ടതാണ് അത്, കാരണം അവരിൽ നിന്ന് ദുൽമ് ചെയ്തിട്ട് അവർ പിടിച്ചു വെച്ചതാണ്. അവർ വീണ്ടും അത് കച്ചവടം ചെയ്ത് ലാഭം നേടി മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് അത് തിരിച്ചിങ്ങോട്ട് വേണം എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. فقصد النبي صلى الله عليه وسلم أن يأخذ أموال هؤلاء الكفار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ കുഫാറുകളുടെ അടുക്കലിൽ നിന്ന് ഈ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അൽ കുഫാർ الظالمين المعتدين على أولياء الله وحزبه وجنده, അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടുള്ള ഈ സ്വഹാബികളുടെ നേരെ, അള്ളാഹുവിന്റെ ഈ സംഘത്തിന് നേരെ, ഈ സൈന്യത്തിനെതിരെ അതിക്രമം പ്രവർത്തിച്ച ഈ കുഫാറുകൾ, അവരുടെ ആ സമ്പത്ത് പിടിച്ചെടുക്കണം. فيردها على أولياء الله وحزبه المظلومين المخرجين من ديارهم وأموالهم. അങ്ങനെ ആ സമ്പത്ത് പിടിച്ചെടുത്ത് തിരിച്ച് ആർക്ക് കൊടുക്കണം? ഈ ആക്രമണം ചെയ്യപ്പെട്ട പുറത്താക്കപ്പെട്ട ഈ സഹാബികൾക്ക് തിരിച്ചു കൊടുക്കണം. വംവാലിഹിം, അവരുടെ സമ്പത്ത്. ലിയതഖവ്വഉ ബിഹാ അലാ ഇബാദത്തില്ലാഹി വതആതിഹി വജിഹാദി അഅദാഇഹി, എന്തിനു വേണ്ടിയിട്ടാണ്? അവരൊന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്, അവർക്കൊരു താങ്ങായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനും അനുസരിക്കാനും ശത്രുക്കൾക്കെതിരെ ജിഹാദ് ചെയ്യാനും എല്ലാമുള്ള ഒരു പ്രോത്സാഹനവും താങ്ങുമായിട്ട് അവർക്കത് തീരണം.
അതിനു വേണ്ടിയിട്ട്. വഹാദാ മിമ്മാ അഹല്ലഹു അല്ലാഹു ലിഹാദിൽ ഉമ്മ, അല്ലാഹു തആല അത് ഈ ഉമ്മത്തിന് അനുവദിച്ചു കൊടുത്തതാണ്. ശത്രുക്കളുടെ ഈ സമ്പത്ത് പിടിച്ചടക്കുക അല്ലെങ്കിൽ അത് യുദ്ധം ചെയ്തെടുക്കുക എന്നുള്ളത്. ഫൈന്നഹു അഹല്ല ലഹുമുൽ ഗനായിം, കാരണം ഈ ഉമ്മത്തിന് ഗനീമത്ത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. വലം തഹല്ല ലി അഹദിൻ ഖബ്ലഹു, മുമ്പുള്ള ഒരു കൂട്ടർക്കും ഈ ഗനീമത്ത് സ്വത്ത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചില ആളുകൾ പ്രത്യേകിച്ചും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം നിരീശ്വരവാദം പിടിച്ചു കിടക്കുന്ന, ഷഹ്വത്തിന് അടിമപ്പെട്ടിട്ടുള്ള, സ്വന്തം ഹവയെ ഇലാഹാക്കിയിട്ടുള്ള ആളുകൾ അവർ പറയാറുണ്ട്, അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ബദർ എന്നുള്ളത് ഒരു കൊള്ള നടത്തിയ ഒരു കൊള്ളയുടെ കഥയാണ്, ചരിത്രമാണ് ബദറിനുള്ളത്, ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ള എന്നുള്ളത്. അവിടെ കൊള്ള എന്ന് പറയുകയാണ് എങ്കിൽ നമുക്കൊരു കാര്യം തെറ്റും ശരിയാവുന്നത് അള്ളാഹു അനുവദിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ പേരിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, അത് ചെയ്യാനൊരു കുഴപ്പമില്ല. അള്ളാഹു തആല ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാനും പറ്റൂല. അള്ളാഹു തആലയുടെ അനുവാദം കൊണ്ടാണ്, അള്ളാഹു തആല അനുവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ആ സ്വത്തും അവരുടെ കച്ചവടവും എല്ലാം ഉപയോഗിച്ചു പോയിട്ട് ലാഭം നേടിയിട്ടുള്ള ആ കച്ചവട സംഘത്തെ പിടിച്ചടക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്ന് ആ സമ്പത്ത് തിരിച്ചെടുക്കാനും അള്ളാഹു അനുവാദം നൽകിയതാണ്. അല്ലാതെ നമുക്കൊരു കാര്യം തെറ്റാവുന്നതും ശരിയാകുന്നതും ഒരാളുടെ ബുദ്ധിക്ക് യോജിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല. ദീനിൽ അങ്ങനെ തന്നെയുള്ളൂ. ഒരാൾക്ക് ഒരു കാര്യം ശരിയാകുന്നത് അത് അള്ളാഹു തആല അനുവദിച്ചിട്ടുണ്ടോ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പൊ അള്ളാഹു തആല അത് പിടിച്ചെടുക്കാൻ, ഇനിയിപ്പോ അത് എന്ത് പേരിൽ പറഞ്ഞാലും, കൊള്ളാന്ന് പറഞ്ഞാലും കളവ് എന്ന് പറഞ്ഞാലും എന്ത് പേര് പറഞ്ഞാലും അത് തെറ്റാവണമെങ്കിൽ അത് അള്ളാഹു വിരോധിച്ചൊരു കാര്യമായിരിക്കണം. അള്ളാഹു അനുവദിച്ചൊരു കാര്യമാണെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്, അതിൽ സംശയമല്ല. അത് മുസ്ലിമീങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഈ നിരീശ്വരവാദികളായി നടക്കുന്ന ആളുകൾ അവർക്ക് ഇസ്ലാമിനെ വിമർശിക്കുക അല്ലെങ്കിൽ അവരുടെ ഇച്ഛയെ പിൻപറ്റാൻ വേണ്ടി ഓരോന്ന് പറയുക എന്നല്ലാതെ യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പോ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട അടിമ സ്ത്രീകൾ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അള്ളാഹുവും റസൂലും അനുവദിച്ച കാര്യമാണ്. അതിനെ അവർ വളരെ മോശമായി പറയുന്നതാണ്. ഇവിടെ ദീനിൽ അള്ളാഹുവും റസൂലും അനുവദിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്, അതാണ് അതിന്റെ അടിസ്ഥാനം. അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്. അത് ആരൊക്കെ ഈ ലോകം മുഴുവൻ തെറ്റെന്ന് പറഞ്ഞാലും അള്ളാഹു റസൂൽ അനുവദിച്ചിട്ടില്ലേ ഈ ലോകം മുഴുവൻ ശരിയാന്ന് പറഞ്ഞാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. അതാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് അള്ളാഹു തആല അത് ഹലാലാക്കി കൊടുത്താണ്. ആ കച്ചവട സംഘത്തിന്റെ ആ സ്വത്ത് നേടിയെടുക്കുക, പിടിച്ചെടുക്കുക എന്നുള്ളത് അള്ളാഹു ഹലാലാക്കിയതാണ്. അള്ളാഹു ഹലാലാക്കിയ കാര്യം ഒരു മുസ്ലിമിന് അവകാശമില്ല അത് ഹറാമാണെന്ന് പറയാൻ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ ഒരു കാര്യത്തിലും. അത് അവന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അതുപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം അത് അവന്റെ ബുദ്ധിക്കും ശാസ്ത്രത്തിനും എല്ലാം ശരിയാണെന്ന് തോന്നിയാലും അതവന് ഹറാമാണ്. ഉദാഹരണത്തിന് ഇപ്പോ പന്നിമാംസം ആരെങ്കിലും ശാസ്ത്രീയമായി പരിശോധിച്ച് ഏറ്റവും അധികം മനുഷ്യന്റെ ശരീരത്തിന് ഉപകാരമുള്ള പ്രോട്ടീനുകളും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മാംസമാണ് എന്ന നിലക്ക് കണ്ടുപിടിച്ച് വിചാരിക്കുക. അതേ സമയത്ത് ഒരു ആടിന്റെ മാംസം, ആടോ നാൽക്കാലികളോ അല്ലെങ്കിൽ ഒട്ടകോ എന്തെങ്കിലും ആവട്ടെ, അതിന്റെ മാംസത്തിന് അത്ര അധികം പോഷകങ്ങളില്ല എന്ന് പറയുകയാണ്, പോഷകം കുറവാണ് എന്ന നിലക്ക് കണ്ടുപിടിച്ച് വിചാരിക്കുക. ഇനി അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അഥവാ മനുഷ്യന് പ്രത്യക്ഷത്തിൽ ദോഷമുള്ള കാര്യങ്ങൾ അതല്ലാതെ ഈ നിലക്ക് പോഷകത്തിന്റെ അളവിൽ കുറച്ച് കുറവാണ്, പന്നിമാംസത്തിലാണ് കൂടുതൽ എന്ന് പറഞ്ഞാലും പന്നിമാംസം ഹറാമാണ്. അത് ലോകം മുഴുവൻ അംഗീകരിച്ചാലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. കാരണം എന്താ? അത് റസൂൽ ഹറാമാക്കിയതാണ്. അതുപോലെ തന്നെ ആടിന്റെ മാംസം അത് പോഷകം കുറവാണെങ്കിലും അത് ഹലാലാണ്. അതിന്റെ തൊയ്യബാണല്ലോ വേറെ വിഷയം, പോലെ രോഗാണുണ്ടോ അതല്ല പറയുന്നത്. പോഷകത്തിന്റെ അളവ് മാത്രം നോക്കുകയാണെങ്കിൽ അത് ഹലാലാണ്, അത് അടിസ്ഥാനപരമായിട്ട് ഹറാമാകുന്നില്ല. അപ്പോ ആ നിലക്ക് അള്ളാഹു തആല അനുവദിച്ചു, അവരന്ന് പിടിച്ചടക്കാൻ വേണ്ടി പോയി. ഗനീമത്ത് സ്വത്തുകൾ അതുപോലെയാണ്. മുമ്പുള്ള ഒരു നബിയുടെ സമൂഹത്തിനും ഒരു ഉമ്മത്തിനും അള്ളാഹു തആല ഗനീമത്ത് സ്വത്ത് ഹലാലാക്കി കൊടുത്തിട്ടില്ല. അവർ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഗനീമത്ത് സ്വത്ത് ലഭിച്ചാൽ അതെല്ലാം കൂടി ഒരുമിച്ച് കൂടി ആകാശത്ത് നിന്ന് ഒരു തീജ്വാല വന്ന് അതിൽ കത്തിച്ചാമ്പലാകുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഒരു വസ്തു പോലും ആ നബിക്കോ ആ നബിയുടെ കൂട്ടർക്കോ യുദ്ധം ചെയ്തവർക്കോ ലഭിക്കുമായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അള്ളാഹു തആല അത് അനുവദിച്ചു കൊടുത്തു. വകാന ഇദ്ദതു മൻ മഅഹു 317 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അന്ന് ഈ ബദറിലേക്ക് പുറപ്പെട്ട ആളുകൾ ഏകദേശം 310ന്റെയും 300ഉം പിന്നെ ബിൽഅത്ത് അശർ എന്ന് പറഞ്ഞാൽ 13 മുതൽ 19ന്റെ ഇടയിലുള്ള എണ്ണമാണ്. അധികവും 313 എന്ന എണ്ണമാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. ആ 300 ചില്ലാനം ആളുകളാണുള്ളത്. വകാനു അലാ ഇദ്ദതി അസ്ഹാബി ത്വാലൂത്ത് അല്ലദീന ജാസു മഅഹു നഹാർ. ഇത്രയും ആളുകൾ തന്നെയാണ്
താലൂത്തിനോടൊപ്പം ആ അരുവി മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടായിരുന്നത് വമാ ജാസഹു മഅഹു ഇല്ലാ മുഅ്മിനുൻ, ഒരു മുഅ്മിനുമല്ലാതെ ആ താലൂത്തിന്റെ ഒപ്പം മറികടന്നിട്ടില്ല. ഇവിടെ താലൂത്തിന്റെ ചരിത്രം പരാമർശിക്കാനുള്ള കാരണം, താലൂത്തിന്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ 246 മുതൽ ഉള്ള ഒരു 5-6 ആയത്തുകൾ വായിച്ചു നോക്കിയാൽ, അതിന് തഫ്സീർ നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്ന ചരിത്രമാണ്. ചുരുങ്ങിയ രീതിയിൽ പറയാം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ബനു ഇസ്രായേലുകൾ, യൂഷ ഉണ്ടായിരുന്നു, മൂസാ നബി അലൈഹി ഇസ്ലാം ഷീനായിട്ട് നബിയായിട്ടുണ്ടായിരുന്ന യൂഷ ഉണ്ടായിരുന്നു. പിന്നെ പല നബിമാരും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ റസൂലായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ പിൽക്കാലത്ത് ഈ ബനു ഇസ്രായേലുകളുടെ ഇടയിൽ അവരുടെ ദീനീയായിട്ടുള്ള അവസ്ഥ കുറയുകയുണ്ടായി. അവരുടെ പിന്നെ വിശ്വാസവും അതുപോലെ കാര്യങ്ങളൊക്കെ ദുർബലകൾ സംഭവിക്കുകയുണ്ടായി. അതിനിടയിൽ അവർ പല വിഭാഗങ്ങളുമായിട്ട് യുദ്ധം നടക്കുകയും അവർ ഫലസ്തീനിൽ എത്തിയിട്ടുണ്ട്. അന്ന് യുദ്ധങ്ങൾ ഉണ്ടാവുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന താബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടി, അതിന്റെ അകത്ത് തൗറാത്ത് എഴുതിയ ഫലകങ്ങളും അതുപോലെ അമ്പിയാക്കളുടെ അനന്തരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന, വളരെയധികം ബഹുമാനിച്ചിരുന്ന താബൂത്ത് എന്നൊരു പെട്ടി ഉണ്ടായിരുന്നു. അള്ളാഹു ഖുർആനിൽ അതിന്റെ അകത്ത് സക്കീനത്തുണ്ട്, അതുപോലെ തന്നെ നബിമാരുടെ അനന്തരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പറഞ്ഞ ഒരു പെട്ടിയാണ്. അത് അവരുടെ കയ്യിലുണ്ടായിരുന്ന അവർ വളരെയധികം ബഹുമാനിച്ച് കൊണ്ടു നടന്നിരുന്നതാണ്. പക്ഷേ ചില യുദ്ധത്തിനിടയിൽ അത് അവരുടെ ശത്രുക്കൾ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായി. അങ്ങനെ അവരുടെ ഇടയിൽ നബിമാർ വന്നു പോകുന്നുണ്ട്, നബിമാർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, അവർ ഗോത്രങ്ങളായി തിരിഞ്ഞ് ഓരോ ഗോത്രത്തിന് നേതാവും ന്യായാധിപന്മാരുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവർ ഈമാനികമായിട്ടുള്ള അവസ്ഥ കുറഞ്ഞു വന്നിരുന്നു. അങ്ങനെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊരു രാജാവിനെ ആക്കി തരണമെന്ന് പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന നബി, അത് ആരാണ് നബി എന്നുള്ളതിൽ ചർച്ചകളുണ്ട്. അള്ളാഹുവിനെ കൃത്യമായിട്ട് അറിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ദാവൂദ് നബിയുടെയും ഇടയിൽ നടന്ന ചില സംഭവങ്ങളാണത്. അങ്ങനെ ഈ നബിയുടെ അടുക്കൽ പോയി ഞങ്ങൾക്കൊരു രാജാവിനെ ആക്കിത്തരാൻ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ നബി തിരിച്ചു ചോദിച്ചു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിർബന്ധമാക്കിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യോ അതോ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുവോ? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ എന്തിനാ യുദ്ധം ചെയ്യാതിരിക്കണത്, ഞങ്ങൾ മിസ്രിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പോന്ന് ഇവിടെ വന്ന് താമസിക്കുകയല്ലേ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്തുകൂടെ, അള്ളാഹിന്റെ ശത്രുക്കളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ നിയോഗിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ 12ഓളം ഗോത്രങ്ങളായി തിരിഞ്ഞ അവരിൽ പ്രധാനികളായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, ചില ഗോത്രത്തിൽ നിന്നായിരുന്നു. പക്ഷെ അതിലൊന്നും പെടാത്ത അവരുടെ കൂട്ടത്തിൽ തന്നെ താഴ്ന്നു കണ്ടിരുന്ന ഒരു ഗോത്രത്തിലെ ആടിനെല്ലാം മേച്ച് നടന്നിരുന്ന താലൂത്ത് എന്നുള്ള വ്യക്തിയാണ് നിങ്ങളുടെ രാജാവായിട്ട് നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആദ്യത്തെ മെയിൻ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവന് ഞങ്ങളത്ര സമ്പത്തില്ല, ഞങ്ങളുടെ ഗോത്രത്തിലല്ല, ഞങ്ങൾ പേര് കേട്ടിട്ടില്ല, അങ്ങനൊന്നുമില്ല, അവനാണോ രാജാവാകാൻ, ഞങ്ങളൊക്കെ യോഗ്യന്മാരുണ്ടല്ലോ. അപ്പൊ നബി പറഞ്ഞു, അള്ളാഹു താലൂത്തിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അവന് നിങ്ങളെക്കാളും ബുദ്ധിയുണ്ട്, നിങ്ങളെക്കാളും ആരോഗ്യമുണ്ട്, ഭരിക്കാനുള്ള ബുദ്ധിയുണ്ട്, ശരീരം കൊണ്ട് ആരോഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ താലൂത്തിനെ ശത്രുക്കളായിട്ടുള്ള ഒരു വിഭാഗവുമായിട്ട് യുദ്ധത്തിന് വേണ്ടി താലൂത്തും സൈന്യവും പോവുകയുണ്ടായി. ആ കൂട്ടത്തിൽ, ശത്രുക്കളുടെ കൂട്ടത്തിൽ ജാലൂത്ത് എന്നു പേരുള്ള ഒരു ശക്തനായിട്ടുള്ള ആളുണ്ടായിരുന്നു. അങ്ങനെ ഈ പോകുന്ന സമയം അതിന്റെ ഇടയിൽ ചില സംഭവങ്ങളുണ്ട്. താലൂത്തിന്റെ രാജാധികാരത്തിന് തെളിവായിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട താബൂത്ത് എന്നുള്ള പെട്ടി അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരും, മലക്കുകൾ നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറഞ്ഞു. അത് പിന്നീട് താലൂത്തിന് നൽകപ്പെടുകയും അത് തിരിച്ചു ലഭിക്കുകയും അതിലൂടെ അവർക്ക് ഈ താലൂത്തിന്റെ രാജാവായി അംഗീകരിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ എല്ലാവർക്കും പൂർണ്ണ തൃപ്തിയില്ല. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി താലൂത്തിനോടൊപ്പം ഒരു സംഘം പോകുമ്പോൾ താലൂത്തൊപ്പമുള്ള ആളുകളോട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ഒരു അരുവി കൊണ്ട് പരീക്ഷിക്കും, ആ അരുവിയിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കരുത്, കുറഞ്ഞത് അത്രയും ദാഹിക്കുന്നവർക്ക് ഒരു മുറുക്കെങ്ങാനും എടുത്ത് കുടിക്കാന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കുടിക്കരുത്, അത് കഴിഞ്ഞ് പോകണം എന്ന് നിലക്ക് പറഞ്ഞു. പക്ഷേ ബനു ഇസ്രായേലുകൾ അവരുടെ നബിമാരെയോ നേതാക്കന്മാരെയോ അനുസരിക്കുന്ന ഒരു ചരിത്രമില്ല. അവരെപ്പോഴും എന്തെങ്കിലും പറഞ്ഞതിനെതിരെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ. ചരിത്രം എവിടെ നോക്കിയാലും അങ്ങനെയാണ്. അപ്പൊ അവർ പോണ വൈക്കയിൽ ധാരാളം ആളുകൾ, ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ അതിൽ ധാരാളം ആളുകൾ ആ അരുവിയിൽ നിന്ന് തോന്നിയതുപോലെ എടുത്തു കുടിക്കുകയുണ്ടായി. എന്നാൽ കുടിക്കാതിരുന്ന, അനുവദിച്ച രീതിയിൽ മാത്രം കുടിച്ചിരുന്ന ആളുകൾ അവസാനം താലൂത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് ഈ 313 ആളുകളായിരുന്നു, 300 ചില്ലാൻ ആളുകളായിരുന്നു. അതേ എണ്ണത്തിലെ ആളുകളാണ് ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് എന്ന് അറിയിക്കാനാണ് ഇവിടെ പറയാനുള്ള കാരണം. അന്നാ താലൂത്തിന്റെ ഒപ്പം യഥാർത്ഥ മുഅ്മിന്, കാരണം അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുന്നവരാണോ എന്ന്, യഥാർത്ഥ ഈമാനുള്ളവരാണോ എന്ന് പരീക്ഷിക്കാനാണ് അത് ചെയ്തത്. അപ്പൊ ബദറിലും അതുപോലെ യഥാർത്ഥ ഈമാനുള്ള ആളുകളാണ് ഒപ്പമുണ്ടായി വന്നത് എന്നതാണ് ഈ സംഭവം പരാമർശിച്ചത്. പിന്നെ താലൂത്ത് ജാലൂത്തുമായി ഏറ്റുമുട്ടുകയും ജാലൂത്തിനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അവിടെ വെച്ച് കൊല്ലുകയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് പിന്നീട് രാജാധികാരവും നുബുവത്ത് ലഭിക്കുകയും ഒക്കെ ചെയ്തതാണ് പിന്നീടുള്ള അവിടുത്തെ ആ ചരിത്രം. ഇവിടെ പരാമർശിച്ച് ഇത്രയേ ഉള്ളൂ. താലൂത്തിനോടൊപ്പം അന്ന് കടന്നുപോയ 300 ചില്ലാനം ആളുകൾ, അത്രയും ആളുകൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലും ഉണ്ടായിരുന്നത്. وكان أصحاب النبي صلى الله عليه وسلم حين خرجوا على غاية من قلة الظهر والزاد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ബദറിലേക്ക് അന്ന് പുറപ്പെടുന്നത്
വളരെ കുറഞ്ഞ സാധന സാമഗ്രികളുമായിട്ടാണ് യാത്രക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. കാരണം ഹിജറ ചെയ്ത് ഒന്നുമില്ലാതിരിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ള അധികവും. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ വലിയ യാത്രാ മൃഗങ്ങളോ അല്ലെങ്കിൽ യാത്രക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികളോ ഒന്നുമില്ല, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫൈന്നഹും ലം യഖ്റുജു മുസ്തഅദ്ദീന ലിഹർബിൻ വലാ ലിഖ്താലിൻ, അവരൊരിക്കലും യുദ്ധം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പോരാട്ടം പ്രതീക്ഷിച്ചിട്ടോ അതിനുള്ള ഒരുക്കം ചെയ്തിട്ടോ അല്ല പോണത്. അങ്ങനൊരു പ്ലാൻ അവർക്കില്ല. അഥവാ ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ബന്ദികളാക്കി അല്ലെങ്കിൽ അവരെ വധിച്ച് അവിടെ വിജയം കൈവരിക്കണമെന്നൊന്നുമില്ല. അവരോട് സംസാരിക്കുക, അവരോട് നേരവണ്ണം പറയുക, അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, ആ സമ്പത്ത് ഇങ്ങോട്ട് വാങ്ങുക, അത്രേ ഉള്ളൂ. വേറൊരു അവരെ കൊല്ലണമെന്നോ അവരെ തടവിലാക്കണമെന്നോ ഒന്നും ഉദ്ദേശമില്ല. വൈന്നമാ ഖറജൂ ലിതലബിൽ ഈർ, അവർ ഈ യാത്രാ സംഘത്തെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് പോണത്. വകാന മഅഹും നഹ്വു 70 ബഈറൻ യഅ്തഖിബൂനഹാ ബൈനഹും, അവരുടെ കൂട്ടത്തിൽ അവരിലേക്ക് ഉണ്ടായിരുന്നത് ആകെ ഒരുപാട് ദൂരെ യാത്ര, അന്നത്തെ യാത്രയാണല്ലോ, 70 ഒട്ടകങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. കുല്ലു സലാസത്തിൻ അലാ ബഈരിൻ, അത് അവരിങ്ങനെ മാറി മാറി ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു ഒട്ടകത്തിന് 3 ആളുകൾ, ഒരു ഒട്ടകത്തിന്റെ മേലെ 3 ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുക. മാറി മാറി കയറിയിട്ട് ഇങ്ങനെ ഒരു ആൾ കയറും, കുറച്ചു ദൂരം പോകും, പിന്നെ അടുത്ത ആൾ കയറും, പിന്നെ പോകും, പിന്നെ അടുത്ത ആൾ, അങ്ങനെ മാറി മാറിയിട്ടാണ്. വകാന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീലാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ മേലെയും 2 ആളുകൾ ഒപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ മേലെ പോകുന്നത്, അതായത് 300 ചില്ലാൻ ആളുകളാണ്, 70 ഇതാണുള്ളത്. അങ്ങനെ ആക്കിയിട്ട് ഒട്ടകത്തിനെ കണക്ക് വെച്ചിട്ട് ഒന്നത്തിന്റെ 3 ആളുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിനൊപ്പം 2 ആളുകൾ ഒപ്പമുണ്ട്. വകാനു യഅ്തഖിബൂന അലാ ബഈരിൻ വാഹിദ്, അവരൊരു ഒട്ടകത്തിന്റെ മേലെ മാറി മാറി ഇങ്ങനെ കയറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഫകാന ജമീലാഹു യഖൂലാനി ലഹു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നടത്തിക്കണ്ടേ എന്നുള്ള ബുദ്ധിമുട്ടില് വിഷമത്തില് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഉണ്ടായിരുന്ന 2 ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇർകബ് ഹത്താ നംശി അൻക, നിങ്ങൾ ഒട്ടകപ്പുറത്ത് ഇരുന്നോളി, ഞങ്ങൾ നിങ്ങളുടെ പിന്നില് നടന്നോളാം, ഞങ്ങൾ നടന്നു വന്നോളാം, നിങ്ങൾ ഒട്ടകപ്പുറത്ത് ഇരുന്നോളിയും പറഞ്ഞു. ഫയഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം നസായി ഹാക്കിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള, ഹാക്കിം സനദ് സഹിഹാണെന്ന് അറിയിച്ചിട്ടുള്ള റിവായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻതും ബിഅഖ്വാ അലൽ മശി, മാ അൻതുമാ ബിഅഖ്വാ അലൽ മശി മിന്നി, നിങ്ങൾ രണ്ടുപേരും എന്നേക്കാൾ നടക്കാൻ ശക്തിയുള്ള കഴിവുള്ള ആൾക്കാരൊന്നുമല്ല. വലാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ, ഞാൻ നിങ്ങളെക്കാൾ അജ്ർ വേണ്ടാത്ത ഒരാളുമല്ല. അഥവാ ഞാൻ നടന്നിട്ടുള്ള പ്രതിഫലം ഞാനും വാങ്ങിക്കോളാം, എനിക്കും ഉണ്ടാവട്ടെ നടക്കണതിന്റെ പ്രതിഫലം, നിങ്ങൾക്ക് ഇന്നേക്കാളും നടക്കാൻ മാത്രം കഴിവില്ല എന്ന് നിനക്ക് പറഞ്ഞിട്ട് മാറി മാറിയിട്ട് ഉപയോഗിച്ചിരുന്നു. വലം യകും മഅഹും ഇല്ലാ ഫറസാൻ, പിന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്നത് 2 കുതിരകളാണെന്ന് കാണാം. വഖീല സലാസത്തുൻ, 3 എന്നുള്ളത് കാണാം, അഭിപ്രായം ചരിത്രത്തിൽ കാണാം. വഖീല ഫറസുൻ വാഹിദുൻ ലിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് ഒരു കുതിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണാം. 2 3 2 വളരെ ആ എണ്ണത്തിൽ മാത്രമുള്ള കുതിരകളാണ് അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. വബലഗൽ മുശ്രിക്കീന ഖുറൂജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിതലബിൽ ഈർ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഉദ്ദേശത്തിൽ ആളുകളുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മുശ്രിക്കീങ്ങൾ അറിഞ്ഞു. അതാ പ്രത്യേകിച്ച് അബൂ സുഫിയാൻ യാത്രാ സംഘം, ഈ കച്ചവട സംഘം അറിഞ്ഞു. ഫഅഖദ അബൂ സുഫിയാൻ ബിൽ ഈർ നഹ്വ സാഹിൽ, അപ്പോ സാധാരണ ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി വിട്ടിട്ട് കടലിന്റെ അടുത്തുകൂടിയുള്ള വേറൊരു വഴിയിലൂടെ അബൂ സുഫിയാൻ യാത്രാ സംഘത്തെ തിരിച്ചു. മക്കത്തേക്ക് പോകാൻ വേറെ വഴി എടുത്തു പോയി. وبعث إلى أهل مكة يخبرهم الخبر ويتلو منهم من ينفروا لحماية غيرهم. അപ്പോൾ ഇവരിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ വഴി മാറ്റിയെടുക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? അബൂ സുഫിയാൻ മക്കയിലെ മുശ്രിക്കുകളിലേക്ക് ദൂതനെ അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിടികൂടാൻ വരുന്നുണ്ട്, അപ്പോൾ സഹായത്തിന് വേണ്ടിയിട്ട് വേഗം പുറപ്പെടണം എന്നുള്ള നിലക്ക് വന്നു. ഫഖറജു മുസ്തസ്രിഖീൻ, ഇവര് സഹായം ചെയ്യാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള സഹായം ഒരുക്കിയിട്ട് ഈ മക്കയിലെ മുശ്രിക്കുകൾ അവർ പുറപ്പെട്ടു. വഖറജ അഷ്റാഫുഹും വറുഅസാഉഹും വസാറു നഹ്വ ബദ്രിൻ, ഈ മക്കയിലെ മുശ്രിക്കുകളെ കൊടുത്തപ്പെട്ട പ്രധാനികളായിട്ടുള്ള അബൂജഹലും അതുപോലെയുള്ള പ്രധാനികളായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? ഈ ബദറിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടതാ സാധാരണ വഴിയാ ബദർ വഴിയാ വരേണ്ടത്, പക്ഷെ അബൂ സുഫിയാൻ വേറെ വഴി കൂടെ പോയിട്ടുണ്ട്. പക്ഷെ സഹായത്തിനായിട്ട് ആളെ വിടണമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ വലിയ ഒരു സംഘമായിട്ടും നേതാക്കന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്തു? ബദറിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നബിയും സഹാബികളും ബദറിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്, ഇത് ഈ വഴിയെ വരിക എന്നുള്ള നിലക്ക്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അവര് അബൂ സുഫിയാൻ കൂട്ടിന് വേറെ വഴി കൂടെ പോയി, മുശ്രിക്കുകളാണെങ്കിൽ ഒരു സംഘമായിട്ട് ബദറിലേക്ക് വരികയും ചെയ്തു.
ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് അടുത്ത ദിവസം വായിക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.